കിട്ടുന്ന കഥാപാത്രം എന്നെ പോലെ പിന്നെ അടുത്ത വർഷം കുറച്ച് സിനിമ കുറച്ചാണെങ്കിൽ എനിക്കും കൂടെ തമിഴിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. തമിഴ് രക്ഷപ്പെട്ടില്ലേ കുഴപ്പമില്ല, കുറച്ച് പടം പോണേ. പണ്ട് മലയാള സിനിമ എല്ലാ വെള്ളിയാഴ്ചയും ഒരു 10 നടന്മാരും ഒരു 5 നടന്മാരും മലയാള സിനിമയിലേക്ക് കടന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിനൊപ്പം 10 നടന്മാരും. ഇപ്പൊ കഴിഞ്ഞ ഒരു ഷർട്ട് ഇട്ടിട്ട് ഇപ്പൊ വേറെ ഷർട്ട് ഇട്ട് വന്നിരിക്കുക. അല്ല, ധ്യാനിന് കൊടുക്കാൻ കണ്ടന്റ് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് കൊടുക്കാൻ ഇതൊക്കെ ഉള്ളൂ. സീക്രട്ട് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ടോക്കീസിലുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, കലേഷ്, മണിക്കുട്ടൻ. വെൽക്കം. താങ്ക് യു. അപ്പോൾ എന്താണ് സീക്രട്ട്? സീക്രട്ട് എന്താ പറയാ ഇപ്പൊ? സീക്രട്ട് ഒന്നും അങ്ങനെ പറയാൻ പറ്റൂല. എന്താണ് അല്ല, ഇതിപ്പോ നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ ധ്യാൻ്റെ കൂട്ടിരിക്കുമ്പോ പറയാം, നമ്മള് പറയാറില്ല ഇപ്പം തേടിയ വള്ളി കാലി ചുറ്റി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ അയാളുടെ കോള് വരുമ്പോൾ എടാ നിനക്ക് 100 വയസ്സാ ഇപ്പൊ നിന്നെ കുറിച്ച് ആലോചിച്ചോളൂ എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ അതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ, അല്ലെങ്കിൽ അത് വെറും നമ്മളുടെ ഒരു വിശ്വാസമാണോ? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് സീക്രട്ട്. അത് ശാസ്ത്രമാണോ അതോ നമ്മുടെ സൈക്കോളജി ആണോ? നിമിത്തം എന്നൊക്കെ പറയുന്നത്. അതെ, നിമിത്തം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അത് നിമിത്ത ശാസ്ത്രമാണോ അതോ നിമിത്തം വെറുതെ തോന്നലാണോ? നമ്മുടെ ഈ ടൈറ്റിലൊക്കെ നോക്കുമ്പോൾ പുറകിൽ നമ്മുടെ സ്റ്റാർ സൈൻസും സംഭവം സൺസൈനും ഒക്കെ കാണാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണോ ഇതിലെ സീക്രട്ട്? അതും ഉണ്ട്, പക്ഷേ അല്ല, നമ്മൾ ഈ ആസ്ട്രോളജി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എന്താണ്, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സൺസൈൻ മൂൺസൈൻ ഒക്കെ എല്ലാവരും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്ന സംഭവമല്ലേ ആസ്ട്രോളജി ഒക്കെ. അപ്പോൾ പക്ഷേ ആസ്ട്രോളജി മാത്രമല്ല, സൈക്കോളജിയും കൂടി ഇതിനകത്ത്, അതാ ഈ പറഞ്ഞ ആസ്ട്രോളജി ആൻഡ് സൈക്കോളജിയുടെ ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് സീക്രട്ട് എന്ന് വേണേൽ പറയാം. ഒരു ശാസ്ത്രമുണ്ട്, പിന്നെ കുറച്ച് വിശ്വാസങ്ങളും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇപ്പം ഇതിൻ്റെ ബേസ് ഐഡിയ ഇപ്പോൾ സാമി സാറ് പറഞ്ഞ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പം ഇത് എന്താ പറയണ്ടേ, നമ്മളെ മറ്റേ ജാക്കി ചാൻ്റെ ഒരു സംഭവം നീ പറയുന്നത് സിനിമയൊക്കെ. അല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഷൂട്ട് നടക്കാൻ പോകുന്ന ഒരു സമയത്ത് എന്താണ്, എന്തോ ഒരു കാരണം കൊണ്ട് ആ ഷൂട്ട് നടന്നില്ല. അപ്പോൾ ആ ലൊക്കേഷനിൽ തന്നെ എന്തോ ഒരു ദുരന്തം അന്ന് സംഭവിക്കുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഷൂട്ട് നടന്നിരുന്നെങ്കിൽ അവരും ആ ദുരന്തത്തിൽ പെട്ടുപോയനെ. അപ്പം ഇതൊരു ഇൻറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് കോൺസ്പയറിങ് അല്ലെ, യൂണിവേഴ്സ് കോൺസ്പയറിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവമാണത്. അതാണ് സീക്രട്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയണ്ട, ഒരു കഥയിൽ ഇത്തരം ഒരു എന്താ പറയണ്ടേ, നമ്മൾ കണ്ട ചില സിനിമകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഫസ്റ്റ് സാറ് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ, ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഒക്കെ ഒരു ബേസ് ഐഡിയ ഒക്കെ ഉണ്ടല്ലോ. പ്രിമോണിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെത്തിനെ ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിത് മുൻകൂട്ടി നമ്മൾ കാണുക, ചില കാര്യങ്ങൾ മുന്നേ നമ്മൾ നേരത്തെ പ്രീ കോഗ്നിഷൻ പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ ഇത് സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് നല്ല രീതിയിലാവാം, ചിലത് ഭയങ്കര നേരത്തെ പറഞ്ഞൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വാട്ട് ഇഫ് സംതിങ് ഗോസ് റോങ്, അങ്ങനെയുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. കൂടുതൽ പറയാൻ പറ്റില്ല, അതാണ് ഒരു പ്രശ്നം ഈ സബ്ജക്റ്റിന്റെ. ഇപ്പോൾ ഇതിന്റെ പോസ്റ്റേഴ്സിലായാലും പാട്ട് അതുപോലത്തെ സംഭവങ്ങളെല്ലാം മണിക്കുട്ടൻ ചേട്ടൻ ഇതില് കാണുന്നില്ല. അപ്പൊ എന്താണ് ഇതിലെ കഥാപാത്രം? ഞാൻ ഈ സിനിമയിലെ കഥാപാത്രത്തെക്കാൾ ഉപരി ഈ സിനിമയിലെ എന്താ പറയണ്ട ഫുള്ള് ക്രൂവിനെ കുറിച്ചാണ് ഞാൻ നോക്കിയത്. കാരണം എസ് എൻ സ്വാമി എന്ന ബ്രാൻഡ് മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമ വേണമെങ്കിൽ ലോക സിനിമയിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഒരു ബ്രാൻഡാണ് എസ് എൻ സ്വാമി സാർ. അദ്ദേഹത്തിൻ്റെ എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ സിനിമയാണ് ഞാൻ പോസിറ്റീവിന് ശേഷം അദ്ദേഹം ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഒപ്പം തന്നെ ഞാനിതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ബോയ് ഫ്രണ്ട് വരുന്നത്. അതിനുശേഷം തട്ടത്തിൻ മറയത്തിൽ വിനീതൻ്റെ കൂടെ അഭിനയിച്ചു. ഇവരുടെ രണ്ടോടൊപ്പം ഞാൻ അമേരിക്കൻ ഷോയ്ക്കും പോയിട്ടുണ്ട്. ധ്യാനുമായിട്ട് ഇതുവരെ എനിക്ക് ഒന്നിക്കാൻ. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് ആദ്യ ദിവസം പോയപ്പോൾ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു, അളിയാ നീ ഒരു ഇൻ്റർവ്യൂ ആദ്യമായിട്ട് വരാൻ പോകുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരാൾ ഇതിൻ്റെ DOP ജാക്സൺ. നേരത്തെ ഒരു സീക്രട്ട് പറഞ്ഞില്ല, നമ്മൾ ചില കാര്യങ്ങളിലേക്ക്
ചില പ്രയത്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജാക്സൺ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഞാൻ എൻ്റെ ആദ്യ സിനിമയിൽ തൊട്ടേ അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹം ക്യാമറയിലല്ലായിരുന്നു ആദ്യം, അദ്ദേഹം ലൈറ്റ് ബോയ് ആയിരുന്നു. പിന്നെ അതിനുശേഷം സ്വപ്രയത്നം കൊണ്ട് സീക്രട്ടിന് മുകളിൽ ഒരു സീക്രട്ട് ഇല്ലേ, അങ്ങനെ വർക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ജാക്സന്റെ ഒരു സിനിമയിൽ അദ്ദേഹം DOP ആണ് ഈ സിനിമയിൽ, അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. കലേഷ്, പിന്നെ അപർണ, ആർദ്ര, ഗ്രിഗറി, അങ്ങനെ ഒരുപാട് ഇവരുടെ ഒന്നും കോമ്പിനേഷൻ സീൻസ് ഇല്ല, ധ്യാനുമായിട്ടാണ് ഉള്ളത്. എന്നെ ആദ്യമായിട്ട് അട്രാക്ട് ചെയ്തത് സ്വാമി സാർ എന്നുള്ള എന്താ പറയണ്ടേ മലയാള സിനിമയുടെ സ്വകാര്യ അഭിമാനവും അല്ലെങ്കിൽ ഒരു അഹങ്കാരമാണ് എന്നെ ഇതിലേക്ക് ഇത് ചെയ്തത്. പിന്നെ എനിക്ക് വളരെ സ്ക്രീൻ സ്പേസ് ഉള്ള സീനുകളെല്ലാം ഗംഭീരമായിരിക്കും. പിന്നെ ആ സ്ക്രീൻ സ്പേസ് ഒപ്പം തന്നെ ഇന്റർവ്യൂ സ്പേസും അങ്ങനെ ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സിനിമയിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. അപ്പോൾ ഇന്റർവ്യൂ സ്പേസ് കൊടുക്കാൻ വില്ലിംഗ് ആണോ? ഇപ്പൊ കഴിഞ്ഞ ഒരു ഷർട്ട് ഇട്ടിട്ട് ഇപ്പൊ വേറെ ഷർട്ട് ഇട്ട് വന്നിരിക്കുക. അല്ല, ധ്യാനിന് കൊടുക്കാൻ കണ്ടന്റ് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് കൊടുക്കാൻ ഇതൊക്കെ ഉള്ളു. എനിക്ക് പടത്തിനെ കുറിച്ച് പെട്ടെന്ന് ചോദിച്ചപ്പോ നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ സ്വാമി സാർ ഉണ്ടായിരുന്നു. സ്വാമി സാർ ഇതിന് ഇത് കാരണം ഇതൊരു റിസർച്ച് ടോപ്പിക്കാണ് ബേസിക്കലി. ഈ സിനിമയിൽ തീസിസ് ആണ്, പലരും ഡോക്ടറേറ്റ് ഒക്കെ എടുക്കേണ്ട വിഷയമാണ്. അപ്പം അങ്ങനെ ഒരു വിഷയം പുള്ളി എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു കോണ്ടന്റ് പിക്ക് ചെയ്തത്, കാരണം എന്നോട് കഥയല്ല പറഞ്ഞത്, ഈ വിഷയം ഇങ്ങനൊരു ഈ കോൺസെപ്റ്റ് ആണ് ആദ്യമായിട്ട് സാറ് എന്നോടത്ത് കഥ പറയുന്ന സമയത്ത് കഥ പറയാതെ ഇങ്ങനൊരു ഐഡിയ ആണ് നമ്മൾ സിനിമയാക്കാൻ പോകുന്നത്, ഇത് സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മളത് കേൾക്കുമ്പോഴും നമുക്ക് ഇതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ ഇതൊരു സിനിമയുടെ രൂപത്തിലാക്കി ഇതൊരു കഥയായിട്ട് വരുവാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അതിൽ നിന്നുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മളെല്ലാരെയും ഈ സിനിമയിലേക്ക് ഞാൻ ആകർഷിച്ചതും. പക്ഷെ അതും സ്വാമി സാർ ഈ ഡെബ്യൂ ചെയ്യുന്നൊരു സിനിമ, അതും ആസ് എ ഡയറക്ടർ ഡെബ്യൂ ചെയ്യുന്നൊരു സിനിമ, ഇങ്ങനൊരു കോണ്ടന്റ്. കാരണം ഇന്ന് നേരത്തെ സാറ് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പറയാത്ത കഥകളൊന്നും ഇല്ല. ഒരുവിധം സാറ് തന്നെ ഒരുവിധം പല വലിയ ക്രൈം മിസ്റ്ററി, മേർഡർ മിസ്റ്ററി, ഇങ്ങനത്തെ പല 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 ടൈപ്പ് സിനിമകൾ ചെയ്ത ആളാണ്. അപ്പം സ്വാമി സാറിനൊരു ഓഡിയൻസ് ഉണ്ട്, ഇന്ന ജോണറിലുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാൾ. അതിൽ നിന്ന് സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് വൈസും അല്ലെങ്കിൽ ഐഡിയ വൈസും ഒരു കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു തോട്ട് ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് പുള്ളി റിസർച്ച് ചെയ്ത് പുള്ളി അതിനെക്കുറിച്ച് വായിച്ച് അതിനെപ്പറ്റി എന്താ പറയണ്ടേ കംപ്ലീറ്റ്ലി ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് പുള്ളി ഈ സിനിമയിലിട്ട് വരുന്നത് തന്നെ. പിന്നെയാണ് എനിക്ക് തോന്നുന്നു ആ കംപ്ലീറ്റ് റീസേർച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കഥ ഉണ്ടാക്കി. ആ കഥയിൽ ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സ് അല്ല നമ്മൾ, കാരണം സ്വാമി സാറിന് ഇവിടുത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുമ്പോൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം നമുക്ക് വിട്ടിട്ട് എല്ലാവരും ഡേറ്റ് കിട്ടും, പക്ഷെ നമ്മളെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ കാരണം ഇത് ചെറുപ്പക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു കഥയായിട്ട് പുള്ളിക്ക് തോന്നുകയും അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത്. അപ്പോൾ ആ കോൺസെപ്റ്റ് പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തൊക്കെയാണെങ്കിലും നമുക്കൊക്കെ അറിയാവുന്നതും നമുക്കൊക്കെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഐഡിയനെ വെച്ചിട്ട് എന്താ പറയണ്ട അതിനെ ഒരു സിനിമയിലോട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ കൺസീവ് ചെയ്തിട്ടുണ്ട് സിനിമ. ഇപ്പോൾ SM സ്വാമി സാറിൻ്റെ സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം കാണും, ഒരു പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ CBI എന്ന് പറയുന്ന 30-40 വർഷം മുന്നേ ആ CBI എന്ന് പറയുന്ന തോട്ട് അത് കൊണ്ടുവന്നിട്ട് അതിനെ വലിയ വിജയമാക്കിയ ഒരാളാണ്. അപ്പോൾ ഇതിലും അതുപോലൊരു തോട്ട് തന്നെയല്ലേ നിങ്ങളെ ഇതിലോട്ട് ഹുക്ക് ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്? ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു യുണീക്ക്നെസ് ഉണ്ട് ഇതിൻ്റെ ഈ തോട്ടിനും ഇതിൻ്റെ ഈ ഒരു ഐഡിയയ്ക്ക് ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയില്ല, അത് എന്തുകൊണ്ടാണ് തോന്നിയത്, എന്താണ് നിന്നെ കൊണ്ട് അത് തോന്നിപ്പിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ അപ്പം ഈ യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ റൈറ്റ് പ്ലേസും റൈറ്റ് ടൈമും ഒക്കെ ആരാണ് തീരുമാനിക്കുന്നത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രമുണ്ടോ? ഇപ്പം ഇപ്പോൾ ആസ്ട്രോളജി പോലും അങ്ങനത്തെ ഒരു പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ടല്ലേ പറയുന്നത്. അപ്പം അതിന് നമ്മളുടെ തോന്നലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പം എൻ്റെ ക്യാരക്ടറും അത് തന്നെയാണ് പറയുന്നത്. ഈ മൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ കണക്റ്റഡ് ആണ് എവിടെയോ. അത് നമ്മളുടെ സൈക്കി എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴാണ് നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ വരുന്നത്. അത് എപ്പോഴും വരുന്നില്ലല്ലോ, എപ്പോഴോ ഒരിക്കലും മാത്രമല്ലേ വരുന്നത്. അപ്പം അതാണ് ഈ സീക്രട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ. അങ്ങനെ എന്തെങ്കിലും ഇൻഡ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് സംബന്ധിച്ച് ആരെങ്കിലും കഥ പറയുമ്പോൾ ഇതിൽ ഇൻഡ്യൂഷനെ കുറിച്ചല്ല, ആർക്കെങ്കിലും കഥ എഴുതുമ്പോൾ എന്നെ അതിൽ ആഡ് ചെയ്യാൻ ഇൻഡ്യൂഷൻ തോന്നണേന്നാണ്. അതൊരു തോന്നലാണല്ലേ. അവര് ആ തോന്നിപ്പിക്കുന്ന ആരാണ് നേരത്തെ പറഞ്ഞ പോലെ എഴുതുമ്പം അത് നമ്മളെ സംബന്ധിച്ച്
ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, പക്ഷെ നമ്മുടെ പേര് ആ സമയത്ത് വായിൽ വരിക അല്ലെങ്കിൽ മനസ്സിൽ വരിക അതൊരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം സ്വാമി സാറിൻ്റെ മകൻ കൃഷ്ണയാണ് എന്നെ വിളിച്ച് ഈ കഥ പറയുന്നത്, ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഞാനപ്പോൾ കൃഷ്ണയോട് ചോദിച്ചത് എങ്ങനെ പെട്ടെന്ന് എന്നെക്കുറിച്ച് ഓർത്ത്. അപ്പോൾ ചേട്ടാ കുറച്ച് ഈ ക്യാരക്ടർ ഓർത്തപ്പോൾ ചേട്ടൻ എങ്ങനെ ഓർമ്മ വന്നു? അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അല്ലാതെ ഇപ്പം ഇത് കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എസ് എൻ സ്വാമി സാർ ഒരു ബ്രാൻഡാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ വെച്ച് ആദ്യം എഴുതുന്ന സിനിമ എനിക്ക് തോന്നുന്നു പോസിറ്റീവായിരിക്കാം. പിന്നെ അദ്ദേഹം ചെന്ന് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല ഒരുവിധം ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർസിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ നേരത്ത് യങ്സ്റ്റേഴ്സിനെ വെച്ച് പ്ലാൻ ചെയ്യാം. ആ യങ്സ്റ്റേഴ്സിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് ധ്യാൻ വരുന്നു നായകനായിട്ട്, കലേഷ്, ഇങ്ങനെയുള്ള ഇത് വരുന്നു. ഇത് തന്നെയായിരിക്കാം ഒരു ആക്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്ടിങ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു ഇവോൾവിങ് ആക്ടേഴ്സിനെ സംബന്ധിച്ച് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്. ഇതേപോലെ ഈ ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ ഒരു ട്രോള് കണ്ടായിരുന്നു, ഇയാൾ ദിവസവും സിനിമ ഇറക്കി വിടുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ്റെ വെച്ചിട്ട്. ഇതേപോലെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സിനിമ ചെയ്യുന്നത്. അല്ല, ഞാൻ ആ രീതിയിൽ റിസർച്ച് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് ഞാൻ എൻ്റെ വെച്ചിട്ട്. എന്തുകൊണ്ട് ഇത്രയും സിനിമ അല്ല ഇതൊക്കെ വെച്ചാൽ നമ്മളിത് കുറേ മുന്നേ ചെയ്തു വെച്ച സിനിമകളാണ് പലതും. അത് കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഇറങ്ങിയ സിനിമകളും അതിന് മുന്നേക്ക് ഇറങ്ങിയ സിനിമകളൊക്കെ ഒരു 1.5 വർഷം മുന്നേ ഷൂട്ട് ചെയ്തതും കേട്ടുള്ള സിനിമകളാണ്. അപ്പം കറക്റ്റ് റിലീസ് ഡേറ്റ് കിട്ടാതെ വരികയും പിന്നെ അങ്ങനെ പുഷ് ചെയ്തു പോവുകയും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മാറി ഡേറ്റ്സ് മാറി വന്നപ്പോൾ എല്ലാം ഒരുമിച്ചായി കുത്തൊഴുക്ക് പോലെ. അല്ലാതെ ഇത് ഒരു മുന്നേ പ്രീ പ്ലാൻ ചെയ്തിട്ട് എല്ലാം അടുപ്പിച്ച് റിലീസ് ചെയ്യാന്നുള്ളതല്ല, കുറേയൊക്കെ മുന്നേ വരേണ്ടിയിരുന്ന സിനിമകളായിരുന്നു. അപ്പം ആഴ്ച തോറും ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ ആഴ്ച ഉണ്ടായിരുന്നു, അതിന് മുന്നത്തെ ആഴ്ച സിനിമ ആയിരുന്നു. അപ്പം എല്ലാ ആഴ്ചയും ഇപ്പം 3-4 റിലീസുണ്ട്. അതിലൊരു പടം നമ്മുടെ പടമാവുന്നു, സന്തോഷം. അത് ഏതൊരു നടനും കൊതിക്കുന്ന സംഭവമല്ലേ? അല്ലേ കൊതിക്കുന്ന വെച്ചാൽ ഇതെല്ലാം ഒരു ഇതൊക്കെ നേരത്തെ പറഞ്ഞൊരു സമയമാണല്ലോ. ഇതൊക്കെ ഒരു നല്ല സമയം, ചീത്ത സമയം എന്നൊക്കെ പറയണ പോലെ ഇതൊക്കെ ഒരു ടൈമാണ്. നാളെ ഇതൊന്നും കാണില്ല. അല്ല, പണ്ട് മലയാള സിനിമ എല്ലാ വെള്ളിയാഴ്ചയും ഒരു 10 നടന്മാരും ഒരു 5 നടിമാരും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിനൊപ്പം 10 നടന്മാരും സംവിധായകരും എല്ലാം ധ്യാനിനൊപ്പം. അടുത്ത വെള്ളിയാഴ്ച അത് ധ്യാനിനൊപ്പം അടുത്ത പടം അതെ, ഇത് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം പിന്നെ ഞാൻ ആക്ടിങ് സ്റ്റുഡൻറ്റിനേക്കാളും ഞാൻ ടെക്നീഷ്യൻ ആവണമെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ലോഗ് പോലെ കിടന്ന് കുറേ സിനിമകളാണ് ഞാൻ ചെയ്ത് പോയത്. അപ്പം അതിൽ ഷൂട്ട് ചെയ്ത് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ പലതും അന്നൊക്കെ റിലീസ് ചെയ്ത് പോകേണ്ട സിനിമകളാണ് വീണ്ടും ഇങ്ങനെ പൈലപ്പായി അതിങ്ങനെ അടുപ്പിച്ച് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് നമ്മളിത് ചെയ്തിട്ട് ഒരു വർഷമാണ്. അപ്പം ഇന്നൊരു ആക്ച്വലി ഒരു ബഫർ പീരീഡ് എന്ന് പറയുന്ന ഒരു പടം കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പം ആവറേജ് ഒരു 6-7 മാസം എടുക്കുന്നുണ്ട് ഒരു സിനിമ. കാരണം പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സമയം എടുത്തിട്ടാണ് ആൾക്കാർ അതിനെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളും ഷൂട്ട് ചെയ്തു, പിന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പാച്ച് ഷൂട്ട് ചെയ്തു അല്ലേ, കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അത് വീണ്ടും സമയം എടുത്താണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തു, കണ്ടു, പിന്നെ 1-2 സാധനങ്ങളല്ലേ മാറ്റിയെടുത്തു. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഓപ്ഷനും ഉണ്ടല്ലോ ബെറ്റർ ആക്കാനുള്ള. പക്ഷേ ഈ സിനിമയുടെ എണ്ണത്തെ കുറിച്ച് ഇപ്പം ഞാൻ പറയില്ല. ഇപ്പം ഒരു കാലഘട്ടത്തിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട സിനിമകൾ ഒരുപാട്, എല്ലാ വെള്ളിയാഴ്ച 5-6 സിനിമകൾ റിലീസ് വന്നുകൊണ്ടിരുന്നു. ഒരു ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ഞാൻ പറയാനില്ല, ഈ മൊഴിമാറ്റ ചിത്രങ്ങൾ വന്നിട്ട് ഒരു ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ സിനിമകൾ പിന്നെ ഈ മൊഴിമാറ്റി വരുന്ന ചിത്രങ്ങളോടായി അവിടുത്തെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടം. ഇത് മലയാളത്തിൽ മലയാളിയായ നമ്മുടെ പറയുന്നത് ധ്യാൻ ഒരു മലയാളം, അങ്ങനെ ഒരു കലാകാരനെ സംബന്ധിച്ച് ജാതിമത ചിന്തയോ അങ്ങനെ ഈ പറഞ്ഞ ഒരു സ്ഥലമൊന്നും അങ്ങനെയില്ല, അവർ എല്ലാവർക്കും സ്വന്തമാണ്. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പോലെ സിനിമ ചെയ്യുമ്പോഴത്തേന് അവിടെ ഒരു പുതിയ ഡയറക്ടർ ഉണ്ടാവുന്നു, ഒരു പ്രൊഡ്യൂസർ വില്ലിങ് ആവുന്നു, സിനിമയെ ആശ്രയിച്ച് ഒരുപാട് ഫാമിലി ഉണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നു, ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ച് ഈ കോവിഡ് കഴിയുമ്പോഴത്തേന് പലരും പ്രതിസന്ധിയായിരുന്നു. നമ്മൾ ഈ സൈഡിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് പലരെയും കുറിച്ച് ചിന്തിച്ചില്ല. ആ സമയത്ത് ധ്യാൻ്റെ പലരുടെയും സിനിമകൾ വന്ന സമയത്ത് സിനിമാ പ്രവർത്തകർക്കും കുടുംബത്തിനും വലിയ ആശ്വാസം തന്നെയായി. അത് ഞാൻ ധ്യാൻ്റെ അടുത്ത് അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് സംബന്ധിച്ചാണ്. പിന്നെ സിനിമകൾ
പിന്നെ അടുത്ത വർഷം കുറച്ച് സിനിമ കുറച്ച് ചെയ്യണമെങ്കിൽ എനിക്കും കൂടെ കുറച്ച് സ്ക്രിപ്റ്റുകൾ ഇങ്ങോട്ട് അല്ലെ അഭിനയ വിദ്യാർത്ഥി ഞങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ട് തമിഴിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ദൈവമേ, തമിഴ് ഹിന്ദിയൊക്കെ ദൈവമേ, ധ്യാനിന്റെ തമിഴ് രക്ഷപ്പെടണേ. രക്ഷപ്പെട്ടില്ലേ കുഴപ്പമില്ല, കുറച്ച് പടം അങ്ങോട്ടേ പോണേന്ന്. അല്ല ഞാൻ വരുന്ന വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെ സിനിമ ചെയ്യുന്ന ആളാന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഇവിടുത്തെ ഓഡിയൻസിനും അറിയാം, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനും അറിയാം, എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്കും അറിയാം. അപ്പം കൃത്യമായിട്ട് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് നമ്മൾ എന്തിനു സിനിമ ചെയ്യുന്നു. എനിക്ക് എത്രത്തോളം അഭിനയത്തോട് ഞാൻ പല സ്ഥലങ്ങളിലും വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത്ര സിനിമ ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് അഭിനയത്തോട് എനിക്ക് വലിയ അഭിനിവേശം ഇല്ല എന്നുള്ളതും. ഞാൻ ലവ് ആക്ഷൻ കഴിഞ്ഞു, ഡയറക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു പടം സംവിധാനം ചെയ്യാനുള്ള പ്ലാൻ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പം കൊറോണയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം, എല്ലാവർക്കും ഒരു ഇനി എന്ത് എന്നുള്ള ചിന്ത ആ സമയത്ത് കൂട്ടി വെച്ചിരുന്ന സിനിമകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അന്നത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞു സിനിമകൾക്കുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി ചെറിയ ബജറ്റിലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വരുന്നുണ്ട്. കുഞ്ഞു സിനിമകൾക്ക് അത്തരം കുഞ്ഞു സിനിമകളാണ് ഞാൻ ചെയ്തിരുന്നത്. ആ വന്നു പോയതൊക്കെ ഇതൊക്കെ നേരത്തെ കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ചയൊക്കെ ഇറങ്ങിയതൊക്കെ ആ പീരീഡിൽ വന്ന അല്ലെങ്കിൽ ആ പീരീഡിൽ പ്ലാൻ ചെയ്ത സിനിമകൾ, അതൊക്കെ ചെറിയ സ്മോൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കുഞ്ഞു സിനിമകളാണ് ആക്ച്വലി. അപ്പം പിന്നെ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ആദ്യ സിനിമയാണ് മിക്കവരുടെയും. അപ്പം വരുന്ന ആൾക്കാർക്കും ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അവർക്ക് ഒരു കുഞ്ഞു സിനിമ ചെയ്യണം, അത് ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അവർ നോക്കുമ്പോൾ കുഞ്ഞു സിനിമ ചെയ്യണം, അത്യാവശ്യം പരിപാടി നടക്കണം. അപ്പം ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ എൻ്റെ പേര് വരുന്നുണ്ടാവാം. ഇപ്പം ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നേരത്തെ മണികൂടൻ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ സാറ് ചിന്തിക്കാൻ അല്ലെങ്കിൽ നമ്മളെയൊക്കെ മുഖം സാറിന്റെ മനസ്സിൽ വരാൻ എന്തുകൊണ്ട് അതൊക്കെ നേരത്തെ പറഞ്ഞ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. അത് ലക്ക് ഭയങ്കര ഒരു ഫാക്ടറാണ് ഇതിൽ. ഇപ്പം ഏട്ടൻ്റെ കൂടെ ഞാൻ 10 വർഷത്തിന് ശേഷമാണ് തിരക്ക് ശേഷം ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കരിയറിൽ നോക്കുന്ന സമയത്ത് ഞാൻ വളരെ മോശം സിനിമകളും എൻ്റെ കരിയറിൽ വലിയ പരിപാടി ഭയങ്കര ഒരു ഗംഭീര സിനിമയൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല എന്നെ വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് പെട്ടെന്നൊരു സിനിമ നമ്മളെ ഒരാൾ ഓർത്തിട്ട്, അപ്പം ഇവിടെ മോശം ആക്ടേഴ്സ് ഇല്ല. ഓക്കെ, ഒരാൾക്ക് കിട്ടുന്ന കറക്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈമിൽ നമുക്കത് കിട്ടുക എന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിൽ നിന്നല്ല, മലയാളത്തിലെ മിക്ക ആക്ടേഴ്സും ഓൾമോസ്റ്റ് എല്ലാവരും ഗുഡ് ആക്ടേഴ്സാണ് ഇവിടെ. അങ്ങനെ ഇൻഡസ്ട്രി ഭയങ്കര ആ രീതിയിൽ പുറത്തുള്ള മോശം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ആക്ടേഴ്സ്, നമ്മുടെ ആക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻഡസ്ട്രി നിന്നുള്ള ഏറ്റവും നല്ല ആക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ പിക്ക് ചെയ്യുന്ന സിനിമ ചിലപ്പം ഫെയിലായി പോവും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ സിനിമക്ക് എന്തായാലും ഒരു ഗാമ്പിൾ ഉണ്ട്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സിനിമ വീണു പോവാം, പാളിപ്പോവാം, റിലീസിംഗ് ടൈമിന് അതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതി. ഇപ്പം ഞാൻ ഒരു സിനിമ ചെയ്തിരുന്നു സുരാജേട്ടനായിട്ട്, ഹിഗ്വിറ്റ എന്ന് പറഞ്ഞ സിനിമ. അത് ഇപ്പം സൈനയിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് അഭിപ്രായം വരികയും ഈ സിനിമ എന്തുകൊണ്ട് ഓടിയില്ല, ഈ സിനിമ എന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തില്ല. കാരണം ആ സിനിമ അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ പുറത്തായിരുന്നു, സുരാജേട്ടൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്നു. ഞാൻ ആ സിനിമ പെട്ടെന്നാണ് ഇവർ റിലീസ് പ്ലാൻ ചെയ്യുന്നതും, പെട്ടെന്ന് കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്, കൊറോണക്ക് തൊട്ട് മുന്നേ കഴിഞ്ഞ വർഷമാണ് റിലീസായത്. അപ്പോൾ ചില സിനിമ ആ സിനിമയുടെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഞാൻ എല്ലാ സിനിമയുടെ പ്രൊമോഷനും മാർക്കറ്റിങ്ങിനും എല്ലാം പോകുന്നതാണ്. അന്ന് ഞാൻ പുറത്തായിപ്പോയി, എനിക്ക് അതിന് പങ്കെടുക്കാൻ പറ്റിയില്ല. റിലീസ് പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നു, അവരത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. അപ്പം ഒരു റോങ് റിലീസ് പോലും ഒരു സിനിമയുടെ ഫേറ്റിൽ നിന്ന് മാറ്റുന്നു. എന്നുവെച്ചാൽ കൃത്യമായ മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു സിനിമ ആൾക്കാരിലോട്ട് എത്തുന്നില്ല. അപ്പോൾ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് സിനിമ വീണു പോകുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര അഭിപ്രായമുണ്ട് ആൾക്കാരുടെ ഇടയിൽ, ഭയങ്കര അഭിപ്രായം, പോപ്പുലർ ജെൻസി കിഡ്സിനൊക്കെ ഇടയിൽ ഭയങ്കര അഭിപ്രായം വന്നു. പക്ഷേ എത്രത്തോളം തിയേറ്ററിൽ അത് സക്സസ്ഫുൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിപ്രായം കേട്ട് അറിയുമ്പോഴേക്ക് അടുത്ത ആഴ്ച 4-5 സിനിമകൾ വരുന്നു, വലിയ സിനിമ. ഇപ്പോൾ കൽക്കി വരുന്നു, അപ്പോൾ തിയേറ്ററിൽ ഉണ്ടാവില്ല. അപ്പോൾ പല ഫാക്ടേഴ്സും ഉണ്ട്. നല്ല സിനിമകൾ പോലും ഇവിടെ ഒരു സ്പേസ് ഇല്ലാതെ പോകുന്നു. വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊന്ന് കയറി വരും. കുഞ്ഞു സിനിമകളൊക്കെ അങ്ങനെയല്ലേ കയറി വരുള്ളൂ. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോഴേക്ക് ചില സിനിമകൾ തിയേറ്ററിൽ നിന്ന് തന്നെ വാനിഷായി പോകുന്നു. അപ്പം അവസ്ഥയുണ്ട്, പല രീതിയിലുള്ള ക്രൈസിസ് ഉണ്ട്. നല്ല സിനിമകൾക്കും ഒരു സ്പേസ് ഇല്ലാതെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ സീസൺ വരുന്ന സമയത്ത് ഈ അവസ്ഥയൊക്കെ മാറും. വലിയ സിനിമകൾ വരുന്നു, ഒരു നല്ല സീസൺ വരുന്ന സമയത്ത് വലിയ ബാനറിന്റെ സിനിമ, വലിയ സ്കെയിലുള്ള സിനിമ. കുഞ്ഞു സിനിമകൾക്കാണ്, ഇടത്തരം സിനിമകളുണ്ടല്ലോ, അതിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ അഭിപ്രായം കിട്ടി ഒന്ന് വരുമ്പോഴേക്ക്
തിയേറ്ററുകാർ അല്ലെങ്കിൽ തിയേറ്ററുകാരനേക്കാളും അപ്പോഴേക്ക് വലിയ സിനിമ വരുമ്പോൾ അടുത്ത ഇതിലോട്ട് ആൾക്കാരും പോകുന്നു, അടുത്ത ഇതിലോട്ട് പോകുന്നു. അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞ് OTT വരും എന്നുള്ളൊരു ചിന്ത. അപ്പം ആ ഹോൾ സിനാരിയോ മാറി. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു സിനിമകളും വിത്ത് പ്രോപ്പർ മാർക്കറ്റിംഗ് എല്ലാം ഒത്തു വന്നാൽ മാത്രമേ, ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും കൂടെ ഒത്തു വന്നാൽ മാത്രമേ ഇന്നൊരു കംപ്ലീറ്റ് സിനിമ അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി. അതുമാത്രമല്ല, ഇപ്പോൾ റിവ്യൂസും ഇതേപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമ ഇപ്പം അത് ഭയങ്കര സബ്ജക്റ്റീവ് ആണല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു പടം ഇഷ്ടപ്പെട്ടില്ല, അപ്പം അത് കലേഷന് ഇഷ്ടമായി, അത് മണിക്കൂറിന് ഇഷ്ടമായി കാണില്ല. ഒരാൾക്ക് ഇപ്പം ഞങ്ങളിന്ന് നേരത്തെ സംസാരിച്ചൊരു സിനിമ, ഒരു തമിഴ് സിനിമ ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് കൃഷ്ണൻ സ്വാമി സാറിൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്ക് അത് ഭയങ്കര ആവറേജ് സിനിമയായിട്ട് തോന്നിയുള്ളൂ. ഒരു തമിഴ് സിനിമ അടുത്തിറങ്ങി, അത് ഭയങ്കര ഓടിയ സിനിമയാണ്. അപ്പോൾ അത് ഒരാൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നു, വേറെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ആവറേജ് സിനിമയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഓക്കെ. എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത് അതിനെ പ്രോപ്പറായിട്ട് അവർ ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമേനെ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഓക്കെ. സാധാരണ ഓഡിയൻസ് അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പ്യുവർ എൻ്റർടൈൻമെൻറ്റിനും വെറുതെ പോകുന്നത്. അപ്പോൾ നമ്മളൊരു റിവ്യൂവർ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു നോർമൽ പ്രേക്ഷകനാണ്. അപ്പോൾ ഒരു നോർമൽ പ്രേക്ഷകന് ചിലപ്പം ഇഷ്ടപ്പെടുന്ന പല സാധനങ്ങളും ഒരു സിനിമയിലുണ്ടാവും. പക്ഷെ ഒരു ക്രിട്ടിക്കിന് ഇഷ്ടപ്പെടുന്ന പല സാധനങ്ങളും ലോജിക് പ്രശ്നങ്ങളും പല സാധനങ്ങളും വരും. പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാരെ നമ്മളത് ബാധിക്കുന്നില്ല. നമ്മളതിനെ ഒരു എന്താ പറയണ്ടേ, നമ്മളത് എൻഗേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രം. റിവ്യൂവറിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക, ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ജോലിയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പം അത്തരത്തിലുള്ള ക്രിട്ടിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവിടെയുള്ള ക്രിട്ടിക്കുകൾ എല്ലാവരും അവരവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ അഭിപ്രായമാക്കി അയാൾ പറയുന്നത് ശരിയാണ് എന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടപ്പെടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു മുൻവിധിയോടെ അല്ലല്ലോ സിനിമ കാണണ്ടേ. നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നമ്മൾ പോയി കണ്ടാലും മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ ആ ക്രിട്ടിക്കിനെ വിശ്വസിക്കണം, ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ക്രിട്ടിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിട്ടിക്ക് പറയുന്ന കേട്ടിട്ട് ഞാൻ ഇനി സിനിമ കാണുള്ളൂ ഞാൻ തീരുമാനം എടുക്കണം. അവൻ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. അങ്ങനെ ക്രിട്ടിക്കുകൾ പറഞ്ഞ സിനിമകൾ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാവില്ലേ, ഉണ്ടായിട്ടില്ലേ? അതേ ക്രിട്ടിക്കുകൾ വളരെ നല്ലതാന്ന് പറഞ്ഞ സിനിമകൾ മിക്സഡ് അഭിപ്രായം വന്ന സിനിമകളില്ലേ പുറത്തെത്തുന്ന സമയത്ത്, അതേ ക്രിട്ടിക്കുകൾക്ക് തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഓക്കെ. ഇൻഫാക്ട് ഞങ്ങളെ സിനിമയാണെന്ന് നമുക്ക് പറയാം, ഇവിടുത്തെ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. പക്ഷെ ഇവിടുത്തെ ക്രിട്ടിക്കുകൾ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞ സിനിമ, മേക്കപ്പിനെ പറ്റിയും അതിനൊക്കെ ഭയങ്കര നന്നായിട്ട് കുറെ ആൾക്കാർ ഭയങ്കര എടുത്തു പറഞ്ഞ സാധനത്തിനെ OTT വന്നപ്പോഴേക്കും ഇൻക്ലൂഡിങ് ക്രിട്ടിക്സിനെ അടക്കം ചീത്ത വിളിക്കാൻ തുടങ്ങി, ഓക്കെ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വളരെ പേഴ്സണൽ ആണ്. ഈ പറഞ്ഞ ഒപ്പീനിയൻ ഒക്കെ നൈമിഷികവും കൂടിയാണ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറാനും അധികം സമയം വേണ്ട. ഇപ്പൊ എനിക്ക് ആദ്യം ഒരു സിനിമ കണ്ടിട്ട് അത് തരക്കേടില്ല എന്ന് തോന്നി, പക്ഷെ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ പറയുമ്പോഴത്തേക്കും ആക്ച്വലി അത് കൊള്ളായിരുന്നു, അത് തരക്കേടില്ല, അപ്പം എനിക്കത് മാറുകയാണ്, മനസ്സിലായി. പിന്നെ അത് OTT-ൽ എൻ്റെ കുടുംബത്തിനോടൊപ്പം ഞാൻ ചേർന്ന് ഇരുന്ന് കാണുമ്പോഴത്തേക്കും ഇത് കുഴപ്പമില്ലാത്ത സിനിമയാണ്. ഇത് ഭയങ്കര ഇത് ഒന്നും എന്താണ് ഉറപ്പിച്ച് ലൈക്ക് എന്താ പറയണ്ടേ, കല്ലെഴുത്തൊന്നും അല്ല. ഒരു ക്രിട്ടിക്കിന് പോലും ഒരു ക്രിട്ടിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി എനിക്ക് ആദ്യം ആ സിനിമ കണ്ടപ്പോൾ ഗംഭീരമായി തോന്നി, പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇറ്റ് ഇസ് ഓൺലി ആവറേജ്, സോ റിപ്പീറ്റ് വാല്യൂവിന് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും കൂടിയാണ്. ആ സമയം നിങ്ങൾ കണ്ടപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇരുന്ന് കണ്ടു, തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു, നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ ആവേശഭരിതനായി ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അത് OTT-ൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ര അങ്ങനെയൊന്നും വർക്കായില്ല. അപ്പം ഇത് എവിടെ കാണുന്നു, എപ്പോൾ കാണുന്നു, ആരുടെയൊക്കെ കൂടെ ഇരുന്ന് കാണുന്നു, കുറെ ഘടകങ്ങളുണ്ട്. അല്ല, ഇത് 2 ടൈപ്പ് ഓഡിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, OTT-യും തിയേറ്ററും. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസിനേക്കാൾ 2 ടൈപ്പ് ഓഫ് വ്യൂയിങ് ഉണ്ടല്ലോ. ഒന്ന് മിനി സ്ക്രീൻ വ്യൂയിങ്, ഒന്ന് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ വീട്ടിലിരുന്ന് കാണുന്നതിന്റെ നമ്മുടെ കംഫർട്ട് സോണും, നമ്മൾ ഇതിനായിട്ട് കുറെ ഒരു വലിയൊരു മോബിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ, ആ ഫീൽ അത് കംപ്ലീറ്റ്ലി വേറെയാണ്. അപ്പം പിന്നെ ചില ജോണറുള്ള സിനിമകൾ ഇപ്പം നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വരുവാണെങ്കിൽ, വർഷങ്ങൾക്ക് ശേഷം ഒരു ജോണർ എന്ന് പറയുന്നത് ഡ്രാമയും ഇമോഷണൽ ഡ്രാമയാണ് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് കമ്മ്യൂണിറ്റി വ്യൂയിങ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് വീട്ടിലിരുന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം അന്ന് പറഞ്ഞത് മൊയ്തീൻ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കാണാൻ പറ്റില്ല. വീട്ടിലിരുന്ന് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് കാണാൻ പറ്റാത്ത സിനിമയുണ്ട്, മോശം സിനിമയല്ല, നമ്മൾ തിയേറ്ററിൽ കണ്ട. പക്ഷേ ഡ്രാമ ആയതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മളത് ചിലപ്പോൾ
ചില സെന്റി സിനിമകൾ ഞാൻ അങ്ങനെ റിപ്പീറ്റ് കണ്ടിരുന്ന പണ്ട് മുതലേ കണ്ടിരുന്ന ഒരു സിനിമയുണ്ട്, ആകാശദൂത്. നമ്മൾ പണ്ട് എത്ര കണ്ടാലും പക്ഷേ തിയേറ്ററിൽ ഞാൻ കാണാത്ത സിനിമയാണ്, പക്ഷെ ടി വിയിൽ ഇരുന്നിട്ട് കരയാൻ വേണ്ടിയൊക്കെ കാണുമല്ലോ. അപ്പൊ കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ഇതേപോലെ അതിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര തിയേറ്ററിൽ കണ്ടപ്പോഴും ചെറിയ സ്ട്രെച്ച്ഡ് ആയിട്ടും ലാഗൊക്കെ തോന്നിയതാണ്. പക്ഷെ ആ ഭാഗമൊക്കെ വിട്ടിട്ട് ടി വിയിൽ വരുമ്പോൾ മറ്റേ ലാസ്റ്റ് ഭാഗം മാത്രം ഇരുന്നിട്ടൊന്ന് വീണ്ടും ഇരുന്ന് കാണും. അപ്പൊ ചില സിനിമകൾ, ചില ജോണറിലുള്ള സിനിമകൾ നമുക്ക് ചിരി, കോമഡി ഇതൊക്കെയാണ് റിപ്പീറ്റ് വാല്യൂ ഉള്ളത്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരുന്ന സമയത്ത് നമുക്ക് ഡ്രാമയൊക്കെ വരുമ്പോൾ നമുക്ക് തിയേറ്ററിൽ കണ്ട ഒരു എല്ലാം കിട്ടിയ ഒരു ഫീല് ഒരിക്കലും മിനി സ്ക്രീനിൽ കിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമയം നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ശരിക്കും സ്ട്രെച്ച്ഡ് ആയിട്ടും ലാഗായിട്ടും, ബിക്കോസ് നമുക്ക് ആ ഇവന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയാം, നമുക്ക് കൃത്യമായിട്ട് കഥ അറിയാം, പരിപാടി അറിയാം. ചിരി അങ്ങനെയല്ല, ചിരിക്ക് എപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. കാരണം ഒന്ന് കണ്ടതാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും കാണും, നമുക്ക് വീണ്ടും ചിരിക്കാൻ തോന്നും. പിന്നെ ട്രോളുകളിലും ഒക്കെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരും. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ, നമുക്കിത് പോസ് ചെയ്തിട്ട് പിന്നെ കാണാവുന്ന ഉള്ള ഒരു ഓപ്ഷൻ ഭയങ്കരമായി നമ്മളുടെ ആസ്വാദനത്തെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് അപ്പം അവിടെ ഇരുന്ന് കാണുക. അപ്പോൾ നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി വ്യൂവിംഗിൽ നമ്മൾ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില സ്ഥലത്ത് ലാഗ് വന്നാലും നമ്മൾ കുറച്ചു നേരം കൂടി ഇരിക്കും. ഇത് പക്ഷെ നമ്മൾ ടി വിയിലോ ഫോണിലോ കാണുമ്പോഴത്തേക്കും പല കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മളിത് കാണുന്നത്. ചില യാത്രയുടെ ഇടയിലായിരിക്കും അത് നമ്മൾക്ക് പോസ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് വന്നിട്ട് ഒരു സിനിമ 4-5 ദിവസം കൊണ്ടൊക്കെ ആൾക്കാർ കണ്ടു തീർക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിങ്ങൾ ആദ്യത്തെ സീനിലെ അതിന്റെ ഒരു കണക്ടിങ് പോയിന്റ് ഇവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മിസ്സായില്ലേ എന്നൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ട ആളുടെ അടുത്ത് പോലും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് പുള്ളി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എടാ എനിക്ക് അതത്ര വർക്കായില്ല എന്നൊക്കെ പറഞ്ഞു. ക്ലൈമാക്സ് ഞാൻ പറഞ്ഞു, എടാ നീ ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് മുരളി വന്നിട്ട് 1, 2, 3 പറഞ്ഞത്? അതുണ്ടായിരുന്നല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട 1, 2, 3 ഈ ലാസ്റ്റ് വരുന്ന 1, 2, 3 തമ്മിൽ ഇവൻ കണക്ട് ചെയ്തിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണെന്നല്ല, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ആസ്വാദനത്തിനെ കുറച്ചെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നു. പിന്നെ മണിച്ചേട്ടനാണെങ്കിൽ 20 വർഷത്തോളം ആകുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്. മാത്രമല്ല ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ കൂടെ ആയി. എന്ത് വിചാരിച്ച് അപ്പൊ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായി. അതിനുശേഷം ഒരു ഗ്യാപ്പ് മനഃപൂർവ്വം എടുത്തതാണ്. ഇത് എനിക്കറിയില്ല, ഞാൻ അവിടെ ഒരു ഗ്യാപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇത് പറയണ കേട്ടാ, ഞാൻ ബിഗ് ബോസിന് മുമ്പ് സിനിമകൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം ഗ്യാപ്പ്, അപ്പോഴും സിനിമ കുറവാണ്, അതിനുശേഷം ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം അതൊരു പ്ലാന്റ് ആയിരുന്നു, എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇവോൾവിങ് ആക്ടറാണ്, ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റ്, ഇവോൾവ് ചെയ്യാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സെലക്ഷൻ എന്നൊരു സംഭവമില്ല. കിട്ടുന്ന കഥാപാത്രം കിട്ടുന്ന കഥാപാത്രം മനോഹരമായി ചെയ്യുക. അതൊരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ അങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്കില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ടുള്ള അവസരമോ ഭാഗ്യമോ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനീ പറയുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്നൊരു സീരിയൽ ചെയ്യുന്നു. ആ സീരിയൽ കണ്ട് ഇഷ്ടപ്പെട്ട് വിനയൻ സാർ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വിളിക്കുന്നു. അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് സിനിമ ചെയ്തിട്ടേ എനിക്ക് ഒരു അഭിനയ വിദ്യാർത്ഥിക്ക് ആക്ടിങ് പഠിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ സിനിമ ചെയ്തേ പഠിക്കത്തുള്ളൂ. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല അവസരങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പലരും കഥ എഴുതുമ്പോഴത്തേനും ആ പേര് ഓർമ്മ വരുന്നില്ല. ഈ മണിക്കുട്ടൻ എന്നുള്ള പേരിട്ടിട്ട് പോലും ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഓർമ്മ വരട്ടെ. അപ്പോൾ കഥാപാത്രം അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ സെലക്റ്റീവ് ആവില്ല. അപ്പോൾ ഈ സീക്രട്ടിലേക്ക് വരുമ്പോൾ ജൂലൈ 26 റിലീസാവുകയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത് സീക്രട്ടിൽ? ധ്യാനിന്റെ സിനിമയാണ്. കംപ്ലീറ്റ്ലി സ്വാമി സാറിന്റെ സിനിമയാണ് എല്ലാ രീതിയിലും. അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു നിമിത്തം പോലെ നമ്മൾ ഇതിന്റെ ഭാഗമാവാൻ പറ്റുന്നത് അത് ചരിത്രമാണ്. സ്വാമി സാറ് ഈ ഒരു ഏജിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു, അതിന്റെ ഭാഗമാകുന്ന നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അത് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ നിമിത്തം, ഫെയ്റ്റ് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഡെസ്റ്റിനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി സാറിന്റെ ഇങ്ങനെ ഒരു സിനിമയിൽ നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ വരുന്നു. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടാർഗറ്റ് അച്ചീവ്ഡ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനം ചെക്ക് ലിസ്റ്റ് ചെയ്ത് പോയി എന്നുള്ള സാധനം. ഇത് വിനീതേട്ടൻ പറഞ്ഞൊരു വളരെ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നന്മ ഇഷ്ടമുള്ള ആളാണ്. ഈ പറയുന്ന ചിലർ ഒരു നന്മ കൂടിപ്പോയി. നന്മ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് എടുത്തു കളയേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഇത്രയും വിഷമത്തോടെ എന്തുകൊണ്ട് കാണുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഡയലോഗുണ്ട്, ഇത് അവരുടെ കാലമല്ലേ എന്ന് ചോദിക്കുമ്പം മറ്റേ പ്രണവ് പറയും, നമ്മൾ ജീവിച്ചിരിക്കുകയല്ലേ, ഇത് ആരുടെയല്ലേ, ഇത് നമ്മുടെയും കൂടെ കാലമാണ്. അപ്പോൾ
ഇപ്പം പണ്ട് മണിരത്നം സാർ അഗ്നി നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹത്തിന്റെ യങ്സ്റ്റേഴ്സിനെ വെച്ചുള്ള ആദ്യ പടം അതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പ്രഭു സാറും പിന്നെ കാർത്തിക് സാറും. അപ്പം സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ അനുഗ്രഹമായിട്ടുള്ള കലാകാരന്മാർ, ക്രിയേറ്റേഴ്സ്, അവർ യങ്സ്റ്റേഴ്സിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട്. നമ്മൾ പറയില്ല ഇത് മറ്റൊരു, അങ്ങനെയല്ല, ഇത് സ്വാമി സാറിന്റെ കാലം, സ്വാമി സാറിന്റെ സീക്രറ്റ്, ആ ഒരു ഇതുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു എസെൻസ് ഈ സിനിമയിൽ ഉണ്ടാവും. ഇത് എല്ലാവരുടെയും കാലമാണ്. അപ്പോൾ ആ ഒരു എസെൻസ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. ഈ സീക്രട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ ദ സീക്രട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അതിന്റെ ഒരു ഉത്തരം ശരിക്കും ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. അത് മാത്രമല്ല, അപ്പം നിങ്ങൾ കുറച്ചെങ്കിലും അത് ചിന്തിപ്പിക്കുമെന്ന് തോന്നുന്നു. ഓ ഇങ്ങനത്തെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിനൊക്കെ കാരണം ഇതായിരിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതൊരു കൗതുകം തന്നെയാണ്. അപ്പം വലിയ ഹിറ്റ് ആവട്ടെ സീക്രട്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.